സുപ്രീം കോടതി പറഞ്ഞു ചില ഭരണഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾ, അതായത് ധനകാര്യ കമ്മീഷൻ്റെ റെഫറൻസിലെ പല ചോദ്യങ്ങൾ, ഫണ്ട് വീതം വയ്ക്കലിലെ കേന്ദ്ര സംസ്ഥാന റോൾ, ബജറ്റ് നിശ്ചയിക്കുന്നതിലെ റോൾ, ഇതൊക്കെ ഒരു ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. അത് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിക്കോ കേന്ദ്ര സർക്കാരിനോ ഒരു പ്രശ്നമില്ല. കാരണം ധനകാര്യ കമ്മീഷൻ്റെ നിലവിലുള്ള പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡം അത് ഭരണഘടനാപരമായിട്ട് നിശ്ചയിക്കപ്പെട്ടുള്ള മാനദണ്ഡമാണ്. ആ മാനദണ്ഡം പാലിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്രയും കാലം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾ അനുസരിച്ച് ഈ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇനി ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകളെ സംബന്ധിച്ചും ഈ മാനദണ്ഡത്തെക്കുറിച്ചും ഇന്ന് വരെ സുപ്രീം കോടതി ഈ കാര്യം പരിശോധിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത് ഭരണഘടനാ ബെഞ്ചിൽ വയ്ക്കുന്നത്. സുപ്രീം കോടതിക്ക് തന്നെ വ്യക്തതയില്ല ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നിർവചിക്കേണ്ടത്. അതുകൊണ്ട് അത് നിർവചിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. അതിനൊരു പുനർനിർവചനം വരികയാണെങ്കിൽ ആ പുനർനിർവചനം എന്താണോ അതനുസരിച്ചിട്ട് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കും. നിലവിലുള്ള നിയമം അനുസരിച്ച് കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് 100% ശരിയാണ്. കേന്ദ്രം രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് കേരളത്തെ ഞെരുക്കുന്നില്ല. കേരളത്തിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകുന്നു. കേരള സർക്കാരിൻ്റെ ധൂർത്ത് അനുവദിക്കാനാവില്ല. ഇതാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നിലപാട്. അതുകൊണ്ട് കേരളം എന്ന് പറഞ്ഞാൽ കേരള സർക്കാരാണ് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന പ്രചരണം, ആ പ്രചരണം മുഖവിലക്കെടുക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. പകരം കേരളത്തിൻ്റെ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നു. സുപ്രീം കോടതി തന്നെ പറഞ്ഞത് ഞങ്ങൾ 3 പരിശോധനകൾ, 3 ടെസ്റ്റുകൾ, 3 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കേസിനെ കണ്ടത് എന്നാണ്. ആ 3 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കേസിനെ കണ്ടതിൽ ഒരു തരത്തിലുള്ള പ്രാഥമിക പ്രഥമ ദൃഷ്ട്യാ കേസില്ല, അടിയന്തരമായിട്ടുള്ള നഷ്ടം സംഭവിക്കുന്ന സാഹചര്യമില്ല, മാത്രമല്ല ബാലൻസ് ഓഫ് കൺവീനിയൻസ് എന്നുള്ള വശത്തിൽ യൂണിയൻ ഗവൺമെൻറ്റിന് അനുകൂലമാണ് സാഹചര്യങ്ങൾ. അവരുടെ വാദങ്ങൾക്കാണ് പ്രഥമ ദൃഷ്ട്യാ ബലം ലഭിക്കുന്നത് എന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും പിണറായി വിജയൻ ഈ രാഷ്ട്രീയ പ്രചരണം അവസാനിപ്പിക്കണം, ധൂർത്ത് അവസാനിപ്പിക്കണം, സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ് അവസാനിപ്പിക്കണം. ഈ നാട്ടിൽ ജനങ്ങൾക്ക് പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ള ആളുകൾക്ക് പെൻഷൻ നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അത് കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കള്ളൻ ഇന്ന് വരെ സമ്മതിച്ചിട്ടുണ്ടോ ഈ കട്ടത് ഞാനാണ് കട്ടത്? അപ്പോൾ ED CPMൻ്റെ കള്ള അക്കൗണ്ട് അല്ലെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ED സ്വയം അക്കൗണ്ട് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തു എന്നാണോ അതിൻ്റെ അർത്ഥം? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്വയം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് CPMൻ്റെ പേരിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തു എന്നാണ് ഗോവിന്ദമാഷ് പറയുന്നുണ്ടെങ്കിൽ, മാർക്സിസ്റ്റ് പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ED നടത്തിയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് CPM അടുത്ത കോടതിയിൽ കേസ് കൊടുക്കട്ടെ. ഈ കള്ളക്കേസുകൾ, ഈ കള്ള അക്കൗണ്ട് ഇതിപ്പോൾ പുറത്തു വന്ന, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിവരം പുറത്തു വന്നല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. കാരണം ഈ കിട്ടുന്ന കള്ളപ്പണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ നിയമാനുസൃതമായിട്ടുള്ള അക്കൗണ്ടുകളിൽ, ആ അക്കൗണ്ടുകളിൽ ഈ കള്ളപ്പണം സൂക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് കരുവന്നൂരിൽ തട്ടിപ്പ് നടത്തി സ്വന്തമാക്കിയ കോടികൾ, ആ കോടികൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കള്ള അക്കൗണ്ടുകളാണ്, രഹസ്യ അക്കൗണ്ടുകളാണ് ഇത് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. അത് ഒരു കരുവന്നൂരെ മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. തിരുവനന്തപുരത്തും മറ്റ് ജില്ലകളിലുമൊക്കെ ഇതുപോലെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള കള്ള അക്കൗണ്ടുകളും പുറത്തു വരും. പേടിയില്ലാത്തവരെന്തിനാ പേടിപ്പിക്കേണ്ടതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, ധൈര്യമായിട്ടങ്ങ് നടന്നാൽ പോരെ.
ധൈര്യമില്ലാത്തത് കൊണ്ടാണല്ലോ പേടിപ്പിക്കരുത് പേടിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.